കേരളത്തിലെ സാധാരണക്കാരെയും നിക്ഷേപകരെയും ഒരുപോലെ ആശങ്കയിലാഴ്ത്തിക്കൊണ്ട് സ്വർണ്ണവില സർവകാല റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറുകയാണ്. ഓരോ ദിവസവും സ്വർണത്തിന് പുതിയ വില രേഖപ്പെടുത്തുന്നത് ജനജീവിതത്തിൽ വലിയ പ്രതിഫലനം ഉണ്ടാക്കുന്നു. സ്വർണത്തെ ഒരു നിക്ഷേപമായും ആഭരണമായും കണക്കാക്കുന്ന മലയാളി സമൂഹത്തിൽ ഈ വില വർധനവ് വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. ഏപ്രിൽ 22-ന് രേഖപ്പെടുത്തിയ വിലയനുസരിച്ച് ഗ്രാമിന് 9,290 രൂപയും പവന് 74,320 രൂപയും എന്ന റെക്കോർഡ് വിലയെ കടത്തിവെട്ടിയാണ് ഇപ്പോൾ സ്വർണ്ണവില കുതിച്ചുയർന്നിരിക്കുന്നത്. ഇന്ന് ഒറ്റയടിക്ക് ഒരു ഗ്രാമിന് 195 രൂപ വർദ്ധിച്ച് 9,295 രൂപയിലും ഒരു പവന് 1,560 രൂപ ഉയർന്ന് 74,360 രൂപയിലും എത്തി. ഈ കുത്തനെയുള്ള വർധനവ് സ്വർണ്ണ വിപണിയെ തന്നെ അനിശ്ചിതത്വത്തിലാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ മാസം, അതായത് മെയ് 15-ന് ഒരു പവൻ സ്വർണത്തിന് 68,880 രൂപയും ഒരു ഗ്രാമിന് 8,610 രൂപയുമായി വില കുറഞ്ഞിരുന്നു. എന്നാൽ അതിനുശേഷം വെറും ഒരു മാസത്തിനുള്ളിൽ പവന് 5,480 രൂപയും ഗ്രാമിന് 685 രൂപയും വർദ്ധിച്ചു എന്നത് സ്വർണ്ണവിലയുടെ അസ്ഥിര സ്വഭാവം വ്യക്തമാക്കുന്നുണ്ട്. ഈ മാസം മാത്രം ഗ്രാമിന് 375 രൂപയും പവന് 3,000 രൂപയും വർദ്ധിച്ചു എന്നത് ഞെട്ടിപ്പിക്കുന്ന കണക്കാണ്. രാജ്യാന്തര ഘടകങ്ങൾ വിലവർധനവിന് പിന്നിൽ കേരളത്തിലെ സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകം രാജ്യാന്തര സ്വർണ്ണവിലയുടെ മുന്നേറ്റമാണ്. ആഗോളതലത്തിൽ സ്വർണം ഒരു സുരക്ഷിത നിക്ഷേപമായി കണക്കാക്കപ്പെടുന്നുണ്ട്. സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾ, രാഷ്ട്രീയ സംഘർഷങ്ങൾ, പണപ്പെരുപ്പം എന്നിവ വർദ്ധിക്കുമ്പോൾ നിക്ഷേപകർ ഓഹരി വിപണിയിൽ നിന്നും മറ്റു അപകട സാധ്യതയുള്ള നിക്ഷേപങ്ങളിൽ നിന്നും പിന്മാറി സ്വർണത്തിലേക്ക് തിരിയുന്നു. ഇത് സ്വർണത്തിനുള്ള ആവശ്യം വർദ്ധിപ്പിക്കുകയും വില ഉയർത്തുകയും ചെയ്യുന്നു. നിലവിൽ വിവിധ രാജ്യങ്ങളിലെ സാമ്പത്തിക മാന്ദ്യ ഭീഷണികൾ, പണപ്പെരുപ്പ ആശങ്കകൾ, പലിശ നിരക്കുകളിലെ മാറ്റങ്ങൾ എന്നിവ സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്ന പ്രധാന ആഗോള ഘടകങ്ങളാണ്. ഉക്രൈൻ യുദ്ധം, ഗാസയിലെ സംഘർഷങ്ങൾ തുടങ്ങിയ ഭൗമരാഷ്ട്ര വിഷയങ്ങളും സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഡോളറിന്റെ മൂല്യം കുറയുന്നതും സ്വർണ്ണവിലയെ ഉയർത്താൻ സഹായിക്കുന്നുണ്ട്. കാരണം ഡോളറിൽ വിലയിടുന്ന സ്വർണം മറ്റ് കറൻസികളിൽ നിക്ഷേപിക്കുന്നവർക്ക് വില കുറഞ്ഞതായി മാറുന്നു. ഇതിൽ കേരളത്തിലെ സാധാരണക്കാർക്ക് നേരിടുന്ന വെല്ലുവിളികൾ: കേരളത്തിൽ സ്വർണം എന്നത് വെറും ഒരു ആഭരണമല്ല, മറിച്ചൊരു സാമൂഹികവും സാമ്പത്തികവുമായ സുരക്ഷാ മാനദണ്ഡം കൂടിയാണ്. വിവാഹങ്ങൾ, മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് സ്വർണം വാങ്ങുന്നത് ഇവിടുത്തെ ഒരു പ്രധാന ആചാരമാണ്. വില കുത്തനെ കൂടുമ്പോൾ സാധാരണക്കാർക്ക് സ്വർണം വാങ്ങാൻ കഴിയാത്ത അവസ്ഥ വരുന്നു. ഇത് വിവാഹങ്ങൾ പോലുള്ള ചടങ്ങുകളുടെ ചെലവ് വർദ്ധിപ്പിക്കുകയും പല കുടുംബങ്ങൾക്കും സാമ്പത്തിക ഭാരം ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇത് കൂടാതെ സ്വർണത്തെ ഒരു നിക്ഷേപമായി കണ്ടിരുന്ന ചെറുകിട നിക്ഷേപകർക്കും ഈ വിലവർധനവ് തിരിച്ചടിയാകുന്നുണ്ട്. കൂടിയ വിലയ്ക്ക് സ്വർണം വാങ്ങുന്നത് ഭാവിയിൽ വലിയ ലാഭം നേടാൻ സാധിക്കുമോ എന്ന സംശയം ഉണ്ടാക്കുന്നുണ്ട്. സ്വർണ്ണ പണയ വായ്പകളെ ആശ്രയിക്കുന്നവരെയും ഈ വിലവർധനവ് ബാധിക്കുന്നുണ്ട്. സ്വർണത്തിന്റെ മൂല്യം കൂടുമ്പോൾ പണയം വെച്ച് കൂടുതൽ തുക ലഭിക്കുമെങ്കിലും തിരിച്ചടവ് മുടങ്ങുന്നവർക്ക് ഇത് വലിയ ബാധ്യതയാകും. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ സ്വർണ്ണവിലയിൽ ഉണ്ടായ വർധനവ് ഞെട്ടിപ്പിക്കുന്നതാണ്. കഴിഞ്ഞ വർഷം ജൂൺ 13-ന് ഒരു പവന് 52,920 രൂപയും ഗ്രാമിന് 6,615 രൂപയുമായിരുന്നു വില. എന്നാൽ ഇപ്പോൾ ഒരു വർഷം കൊണ്ട് ഒരു പവന് 21,440 രൂപയും ഗ്രാമിന് 2,680 രൂപയുമാണ് വർദ്ധിച്ചത്. ഇത് സ്വർണ്ണവിലയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കുതിപ്പുകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നുണ്ട്. ഈ വലിയ വർധനവ് സ്വർണ്ണ നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം ലാഭകരമാണെങ്കിലും പുതുതായി സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് വലിയ സാമ്പത്തിക വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. വരും ദിവസങ്ങളിലും രാജ്യാന്തര സ്വർണ്ണവില മുന്നേറ്റം തുടരുകയാണെങ്കിൽ കേരളത്തിൽ ഇന്ന് തന്നെ സ്വർണ്ണവില റെക്കോർഡ് പുതുക്കാനുള്ള സാധ്യത ഏറെയാണെന്ന് വിപണി വിദഗ്ധർ പറയുന്നുണ്ട്. ഭാവി സാധ്യതകളും ഉപദേശങ്ങളും സ്വർണ്ണവിലയുടെ ഈ കുതിച്ചുചാട്ടം സമീപഭാവിയിൽ തുടരുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുത്തുന്നത്. ആഗോള സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നവരെയും പലിശ നിരക്കുകളിൽ വലിയ മാറ്റങ്ങൾ വരുന്നതുവരെയും സ്വർണ്ണവില ഉയർന്ന നിലയിൽ തുടരാം. നിക്ഷേപകർക്ക് ഇത് ഒരു മികച്ച അവസരമായി തോന്നാമെങ്കിലും വലിയ വിലയിൽ സ്വർണം വാങ്ങുമ്പോൾ ശ്രദ്ധയും സൂക്ഷ്മതയും ആവശ്യമാണ്. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഹ്രസ്വകാല നിക്ഷേപകർക്ക് സ്വർണം ഇപ്പോൾ സുരക്ഷിതമല്ലായിരിക്കാം. എന്നാൽ ദീർഘകാല നിക്ഷേപകർക്ക് ഇപ്പോഴും ഇത് ആകർഷകമായി തോന്നാം. സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വിലവർധനവ് ഒരു വെല്ലുവിളിയായി തുടരും. സ്വർണം വാങ്ങുമ്പോൾ പ്രാദേശികമായി ലഭ്യമായ ഏറ്റവും പുതിയ വില നിലവാരം പരിശോധിച്ച് തീരുമാനമെടുക്കേണ്ടത് അത്യാവശ്യമാണ്. സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്ന ആഗോളവും പ്രാദേശികവുമായ ഘടകങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് വിവേകപൂർണമായ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കും.